Hello my dear students. Students Academy video class എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ 2-3 വീഡിയോ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയും പഠിക്കുകയും ചെയ്ത തിയറിയുടെ ബാക്കി ഭാഗവും അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില ക്വസ്റ്റ്യനുകളുമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ് പഠിക്കാനുള്ളത് ഞാനൊരു വൃത്തം വരയ്ക്കും. മോഡലേക്ക് ശ്രദ്ധിക്കാം. ഞാനൊരു വൃത്തം വരച്ചു. ഈ വൃത്തത്തിൽ വ്യാസമല്ലാത്തൊരു ഞാണ് വരച്ചു എ ബി. വ്യാസമല്ലാത്തൊരു ഞാണ് വരച്ചു എ ബി. വ്യാസമല്ലാത്തൊരു ഞാണ് വരച്ചപ്പോൾ ഈ വൃത്തത്തെ അത് 2 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവും. ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവും, ഒരു മേജർ പാർട്ടും ഒരു മൈനർ പാർട്ടും. ഈ മേജർ പാർട്ട് വൃത്തത്തിന്റെ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ, ഈ മേജർ പാർട്ട് ശ്രദ്ധിക്കുക. ഈ വലിയ ഭാഗത്ത് വൃത്തത്തിന്റെ ഇങ്ങനെയുള്ള ഭാഗങ്ങളെ നമ്മൾ വിളിച്ച പേരെന്താ? ഞാൻ ഷെയ്ഡ് ചെയ്ത ഭാഗം ശ്രദ്ധിക്കാം. വൃത്തത്തിന്റെ ഇങ്ങനെയുള്ള ഭാഗങ്ങളെ നമ്മൾ വിളിച്ച പേരാണ് വൃത്തഖണ്ഡം, അതല്ലെങ്കിൽ വൃത്തഭാഗം. ഇംഗ്ലീഷിൽ സെഗ്മെന്റ് എന്ന് പറയും. സെഗ്മെന്റ്, വൃത്തഭാഗം. ഇത് വലിയ വൃത്തഭാഗം, മേജർ സെഗ്മെന്റും ഈ കാണുന്ന മൈനർ സെഗ്മെന്റുമാണ്, ചെറിയ വൃത്തഭാഗവുമാണ്. അപ്പോൾ വൃത്തത്തിൽ വ്യാസമില്ലാത്തൊരു ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഒരു മേജർ സെഗ്മെന്റും ഒരു മൈനർ സെഗ്മെന്റും കിട്ടും. ഒരു വൃത്തത്തിന്റെ വലിയ ഭാഗവും ഒരു വൃത്തത്തിന്റെ ചെറിയ ഭാഗവും നമുക്ക് ലഭിക്കും. അപ്പോൾ വൃത്തത്തിൽ ഞാൻ വ്യാസമില്ലാത്തൊരു ഞാൻ വരച്ചപ്പോൾ അത് വൃത്തത്തിന് 2 സെഗ്മെന്റ്സ് തന്നു. ഒന്ന് മേജറും ഒന്ന് മൈനറും. വലിയ വൃത്തഭാഗവും ഒരു ചെറിയ വൃത്തഭാഗവുമാണ് നമുക്ക് കിട്ടിയത്. അപ്പം എന്താണ് സെഗ്മെന്റ് എന്ന് അല്ലെങ്കിൽ വൃത്തഭാഗം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇനി എന്താണ് സെഗ്മെന്റിന് ഈ ഏരിയയിൽ കാര്യം, അല്ലെങ്കിൽ വൃത്തഭാഗത്തിന് എന്താണ് ഈ ഏരിയയിൽ കാര്യം? അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ ഏരിയയിൽ വൃത്തഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാനിതാ ഒരു വൃത്തം വരച്ചു. ആ വൃത്തത്തിൽ വ്യാസമല്ലാത്തൊരു ഞാൻ വരച്ചു എ ബി. വ്യാസമല്ലാത്തൊരു ഞാൻ വരച്ചു എ ബി. ഈ എ ബി വരച്ചപ്പോൾ അത് വൃത്തത്തെ 2 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവും. ഈ വലിയ ഭാഗത്ത് ഞാൻ ആദ്യം ബിന്ദു ഇട്ടു ഒ. ഈ ഒ എയുമായിട്ടും ബിയുമായിട്ടും ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കോൺ കിട്ടി, കോൺ ഒ. കോൺ ഒ കിട്ടി. ഇനി മറ്റൊരു ബിന്ദു ഇട്ടു പി. പി എയുമായിട്ടും ബിയുമായിട്ടും ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ കോൺ പി കിട്ടി, കോൺ പി. മറ്റൊരു ബിന്ദു കോൺ ക്യൂ, മറ്റൊരു ബിന്ദു ക്യൂ. ക്യൂ എയുമായിട്ടും ബിയുമായിട്ടും ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ കോൺ ക്യൂ കിട്ടി, ആംഗിൾ ക്യൂ. മറ്റൊരു ബിന്ദു ആർ. ആർ എയുമായിട്ടും ബിയുമായിട്ടും ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് കോൺ ആർ കിട്ടി. മറ്റൊരു ബിന്ദു എസ്. എസ് എയുമായിട്ടും ബിയുമായിട്ടും ജോയിൻ ചെയ്തപ്പോൾ കോൺ എസ് കിട്ടി. ഈ 5 കോണുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ 5 ആംഗിൾസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ വലിയ ഭാഗത്തല്ല നിൽക്കുന്നത്, മേജർ പാർട്ടിലല്ല നിൽക്കുന്നത്. അതെ, ഈ മേജർ പാർട്ടിൽ തന്നെയാണ് ഈ 5 കോണുകൾ നിൽക്കുന്നത്. മാത്രമല്ല ഈ 5 കോണുകളും ഫോം ചെയ്തിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത് ഈ എ ബി എന്ന ഞാണിന്റെ 2 അറ്റങ്ങൾ യോജിപ്പിച്ചാണ്. എ ബി എന്ന ഞാണിന്റെ 2 അറ്റങ്ങൾ യോജിപ്പിച്ചാണ് ഈ 5 കോണുകളും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 5 കോണുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. ഈ 5 കോണുകളും തുല്യമായിരിക്കും. അതായത് കോൺ O = കോൺ P = കോൺ Q = കോൺ R = കോൺ S. അപ്പൊ എന്താണ് ഇതിന് കാരണം എന്ന് പറയാം? യെസ്, ഇവ നിൽക്കുന്നത് ഒരേ വൃത്തഭാഗത്താണ്. അപ്പൊ കൊടുക്കുക, ഒരേ വൃത്തഭാഗത്തെ കോണുകളാണ് ആര്? കോൺ O, കോൺ P, കോൺ Q, കോൺ R, കോൺ S. അതുകൊണ്ടാണ് ഇത് തുല്യമായത്. മാത്രമല്ല ഇത് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ്? യെസ്, ഒരു ഞാണിന്റെ 2 അറ്റങ്ങൾ യോജിപ്പിച്ചിട്ടാണ്. അപ്പം സെയിം സെഗ്മെന്റ് ആംഗിൾസ് ആണ് ഇതെല്ലാം. അതുകൊണ്ടാണ് ഇതെന്തായത്? ഈക്വൽ ആയത്. ഇനി നേരെ മറിച്ച് ഈ ചെറിയ ഭാഗത്തെ ഒരു ബിന്ദുവാണ് എക്സ്. ആ എക്സിനെ എയുമായിട്ടും ബിയുമായിട്ടും യോജിപ്പിച്ചു. അപ്പോൾ ഇവിടെ ആംഗിൾ എക്സ് കിട്ടും, ആംഗിൾ എക്സ്. ഇനി മറ്റൊരു ബിന്ദുവാണ് വൈ. വൈ എയുമായിട്ടും ബിയുമായിട്ടും യോജിപ്പിച്ചു. അപ്പോൾ ആംഗിൾ വൈ, ആംഗിൾ വൈ. മറ്റൊരു ബിന്ദുവാണ് ഇസഡ്. ഇസഡ് എയുമായിട്ടും ബിയുമായിട്ടും യോജിപ്പിച്ചു. അപ്പോൾ ആംഗിൾ ഇസഡ് കിട്ടും. ഈ 3 കോണുകളും നിലകൊള്ളുന്നത് വൃത്തത്തിന്റെ ചെറിയ ഭാഗത്താണ്. എന്ന് വെച്ചാൽ ഒരേ ഭാഗത്ത് തന്നെയാണ്. ചെറിയ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗമാണ്. ആ ഒരു ഭാഗത്ത് തന്നെയാണ് എന്ത് നിൽക്കുന്നത്? ഈ 3 കോണുകൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ 3 കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിനുള്ള കാരണം നമുക്ക് എന്ത് പറയാം? ഇവ നിൽക്കുന്നത് സെയിം സെഗ്മെന്റ് ആംഗിൾസ് ആയിട്ടാണ്, ഒരേ വൃത്തഭാഗത്തെ കോണുകളായിട്ടാണ്. അപ്പോൾ ഒരേ വൃത്തഭാഗത്തെ കോണുകൾ എന്താണ്, സെയിം സെഗ്മെന്റ് ആംഗിൾസ് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് സെയിം സെഗ്മെന്റ് ആംഗിൾസ്, അതായത് ഒരേ വൃത്തഭാഗത്തെ കോണുകൾ. ഇതെല്ലാം തുല്യമാണ്. ഒരേ വൃത്തഭാഗത്തെ കോണുകളെല്ലാം തുല്യമാണ്. ഈ ഒരു പോയിന്റ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് കഴിഞ്ഞ 3 വീഡിയോ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള തിയറിയുമായിട്ട് ബന്ധപ്പെട്ട
ചോദ്യോത്തരങ്ങളാണ് ഡിസ്ക്രൈബ് ചെയ്യാനുള്ളത്, ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പേജ് നമ്പർ 53, പേജ് നമ്പർ 54, പേജ് നമ്പർ 55 എന്നീ പേജുകളിലുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ പഠിച്ചിട്ടുള്ള കഴിഞ്ഞ വീഡിയോ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള തിയറീസ് നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനുകളെല്ലാം വളരെ ഈസി ആയിട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. ക്ലിയർ? ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പൊ പേജ് നമ്പർ 53-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 53-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അവിടെ പറയുന്നത്? ത്രികോണം എ ബി സിയിലെയും ത്രികോണം ഒ ബി സിയിലെയും എല്ലാ കോണുകളും കണ്ടെത്താനാണ്. 3 ചിത്രങ്ങൾ, 3 ഫിഗറുകൾ നമുക്ക് തന്നിട്ടുണ്ട്. വൃത്തത്തിന്റെ 3 ചിത്രങ്ങൾ നമുക്ക് തന്നിട്ട് ത്രികോണം എ ബി സിയിലെയും ട്രയാങ്കിൾ എ ബി സിയിലെയും ട്രയാങ്കിൾ ഒ ബി സിയിലെയും ത്രികോണം എ ബി സിയിലെയും ത്രികോണം ഒ ബി സിയിലെയും എല്ലാ കോണുകളും ഫൈൻഡ് ചെയ്യാൻ, കണ്ടെത്താനാണ്. 3 ചിത്രങ്ങളും തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ചിത്രമാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചിത്രം ഒന്ന് വരയ്ക്കാം, ശ്രദ്ധിക്കാം. ആദ്യത്തെ ചിത്രം ഒന്ന് ഞാൻ വരയ്ക്കുന്നുണ്ട് ബോർഡില്. ത്രികോണം വൃത്തം വരച്ചു. ഇങ്ങനെ ത്രികോണം തന്നിട്ടുണ്ട്. ത്രികോണം എ ബി സി. ഒ വൃത്തകേന്ദ്രമാണ്, സെന്റർ ഓഫ് സർക്കിൾ. ഇങ്ങോട്ട് യോജിപ്പിച്ചിട്ട് ഇങ്ങോട്ട് യോജിപ്പിച്ചു, ഇങ്ങനെ യോജിപ്പിച്ചു. ഇത്രയുമാണ് ചിത്രത്തിലുള്ളത്. അതുപോലെ 2 കോണുകളും തന്നിട്ടുണ്ട്. 2 കോണുകൾ തന്നിട്ടുള്ളത് ഒന്ന് 20 ഡിഗ്രിയും ഒന്ന് 30 ഡിഗ്രിയും. ഈ കോണ് 20 ഡിഗ്രിയും ഈ കോണ് 30 ഡിഗ്രിയും. ഇത്രയുമാണ് ചിത്രത്തിൽ തന്നിട്ടുള്ളത്. ത്രികോണം എ ബി സിയിലെയും ത്രികോണം ഒ ബി സിയിലെയും എല്ലാ കോണുകളും നമുക്ക് കണ്ടെത്താം. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചു നോക്കുക. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായ ബാക്കിയൊക്കെ കിട്ടും. അങ്ങനത്തെ ക്വസ്റ്റ്യനുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ശ്രദ്ധിച്ചു. അപ്പൊ തന്നിട്ടുള്ള കോണുകൾ ഏതൊക്കെയാണ്? കോൺ ഒ ബി എ തന്നിട്ടുണ്ട്, കോൺ ഒ സി ബി കോൺ ഒ സി എയും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആൻസർ കണ്ടത് ത്രികോണം എ ബി സിയിലെയും ത്രികോണം ഒ ബി സിയിലെയും എല്ലാ കോണുകളും നമുക്ക് കണ്ടെത്തണം ഈ ചിത്രത്തിൽ നിന്ന്. അപ്പൊ അതിനു വേണ്ടി ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ട കാര്യം ഒ എ യോജിപ്പിക്കുക. ഒ എ യോജിപ്പിക്കുക. ജോയിൻ ഒ എ യോജിപ്പിച്ചു. നമുക്ക് ഇവിടെ 2 ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. 2 ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുന്ന ത്രികോണങ്ങൾ ശ്രദ്ധിക്കണം. ത്രികോണം ഒ ബി എ, ത്രികോണം ഒ ബി എ, ട്രയാങ്കിൾ ഒ ബി എ. അതുപോലെ തന്നെ ത്രികോണം ഒ സി എ, ത്രികോണം ഒ സി എ എന്നിവ പരിഗണിക്കും. We consider triangle OBA and triangle OCA. ഈ 2 ട്രയാങ്കിൾസ് നമുക്കൊന്ന് പരിഗണിക്കാം. ഈ 2 ട്രയാങ്കിൾസ് ഇതെല്ലാം ഇവിടെ ടോട്ടലി 3 ട്രയാങ്കിൾ ആയി. ഇവിടെ ഈ 2 ട്രയാങ്കിൾസ്, ഈ 2 ത്രികോണങ്ങൾ നമുക്കൊന്ന് പരിഗണിക്കാം. ത്രികോണം OBAയും ത്രികോണം OCAയും. ഈ 2 ത്രികോണത്തിൽ ആദ്യത്തെ ത്രികോണം OBA, ത്രികോണം OBA. മക്കളെ ഈ O എന്ന് പറഞ്ഞ വൃത്തത്തിന്റെ കേന്ദ്രം അല്ലേ? അപ്പൊ OB വൃത്തത്തിന് എന്താവും? ആരമാവും. O വൃത്തത്തിന്റെ കേന്ദ്രമാണ്. അപ്പൊ OA വൃത്തത്തിന് എന്താവും? ആരമാവും. അപ്പൊ നമുക്ക് കൊടുക്കാം ത്രികോണം OBA, OB സമം OA. കാരണം രണ്ടും വൃത്തത്തിന്റെ ആരങ്ങളാണ്. ത്രികോണം OBAയിൽ OB സമം OA ആണല്ലോ. OBയും OAയും ഈക്വൽ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 2 വശങ്ങൾ തുല്യമാണ്. 2 സൈഡ്സ് ഈക്വൽ ആണ്. 2 സൈഡ്സ് ഈക്വൽ ആയ ട്രയാങ്കിൾസിന്, 2 വശങ്ങൾ തുല്യമായ ത്രികോണത്തെ നമ്മൾ എന്താ വിളിച്ചത്? യെസ്, ഐസോസെലസ് ട്രയാങ്കിൾ, അതായത് സമപാർശ്വ ത്രികോണം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ത്രികോണം OBA എന്താണ്? സമപാർശ്വ ത്രികോണമാണ്. Therefore ത്രികോണം ട്രയാങ്കിൾ OBA ഐസോസെലസ്, സമപാർശ്വ. ത്രികോണം OBA സമപാർശ്വമാണ്. ആയതുകൊണ്ട് 2 വശങ്ങൾ തുല്യമായതുകൊണ്ട് അതിനെതിരെയുള്ള 2 കോണുകളും തുല്യമായി. 2 സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ആ ഈക്വൽ ആയ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ 2 വശങ്ങൾ തുല്യമാണ്. അവ 2 വശങ്ങൾക്കെതിരെയുള്ള കോണുകളും എന്തായിരിക്കും? തുല്യമായി. അപ്പൊ ഈ 2 വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ ഏതൊക്കെയാണ്? യെസ്, കോൺ
ഈ വശം ഈ ആറിനെതിരെയുള്ള കോണ് കോൺ OBA. കോൺ OBA സിക്കൽ ഈ കോൺ OBA എന്ന് പറഞ്ഞാൽ ഈ കോൺ. ഇതും ഈ ആറിനെതിരെയുള്ള ഈ കോൺ കോൺ OAB. കോൺ OAB. കോൺ OBAയും കോൺ OABയും ഈക്വൽ ആണ്. കോൺ OBA ഇവിടെ എത്രയാണ്? 20 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 20 ഡിഗ്രി. Therefore ആയതുകൊണ്ട് നമുക്ക് കൊടുക്കാം കോൺ OAB എത്രയാണ്? 20 ഡിഗ്രി. കോൺ OAB 20 ഡിഗ്രി. കോൺ OAB എത്ര തന്നെയാണ്? 20 ഡിഗ്രി തന്നെയാണ്. കോൺ OAB എത്രയാണ്? 20. അപ്പോൾ ഈ കോൺ കിട്ടിയ നമുക്ക് എത്രയാണ്? 20 ഡിഗ്രി. ഇനി ത്രികോണം OBA നമ്മൾ എടുത്തു. ഇനി അടുത്ത ത്രികോണം ഏതാ? ത്രികോണം OCA. ത്രികോണം OCA. ത്രികോണം OCA. ത്രികോണം OCA. ത്രികോണം OCA എന്ന് പറഞ്ഞാൽ ഈ ത്രികോണം. ഈ ത്രികോണത്തിൽ ഈ OC എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തത്തിന്റെ ആരമാണ്. OA എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? വൃത്തത്തിന്റെ ആരം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത് കൊടുക്കാം OC സമം OA എന്ന് കൊടുക്കാം. കാരണം രണ്ടും വൃത്തത്തിന്റെ ആരമാണ്. അപ്പൊ ഈ ത്രികോണത്തിലും രണ്ട് വശങ്ങൾ തുല്യമാണ്. 2 sides equal. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണം എന്ത് തന്നെയാണ്? യെസ്, സമപാർശ്വം തന്നെയാണ്. Therefore ത്രികോണം OCA എന്താണ്? സമപാർശ്വം, ഐസോസെലസ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വശങ്ങൾക്കെതിരെയുള്ള ഈ രണ്ട് സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ. ഈ സൈഡ്സിലാണ് OAന്റെ ഓപ്പോസിറ്റ് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ OCന്റെ ഓപ്പോസിറ്റ് 30 ഡിഗ്രി. നമുക്ക് ആംഗിൾ OCA ഈക്വൽ ടു ആംഗിൾ OCA ഈക്വൽ ടു ആംഗിൾ OCA ഈക്വൽ ടു ആംഗിൾ OAC. ആംഗിൾ OAC. ആംഗിൾ OCA എത്രയാണ് ഇവിടെ? 30 ഡിഗ്രി. ആയതുകൊണ്ട് ആംഗിൾ OAC എത്രയായിരിക്കും? OAC എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ഡിഗ്രി. 30 ഡിഗ്രി. അപ്പൊ ആംഗിൾ OAC കിട്ടി എത്രയാണ്? ഇത് 30 ഡിഗ്രി. ഇനി നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മക്കളെ നോക്കിയേ, ആംഗിൾ A. ഈ ആംഗിൾ A എന്ന് പറഞ്ഞത് ഈ രണ്ട് ആംഗിളും കൂടി ചേർന്നതല്ലേ? ആയതുകൊണ്ട് ആംഗിൾ A എത്ര വരും? ആംഗിൾ A എത്ര വരും? 20 പ്ലസ് 30. 20 പ്ലസ് 30. 20 പ്ലസ് 30 എത്രയാ? 50. 50 ഡിഗ്രി. ആംഗിൾ A എത്രയാണ്? 50 ഡിഗ്രി. നമ്മൾ കഴിഞ്ഞ തിയറി പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചിത്രം വരച്ചിട്ട് തിയറി നമ്മൾ പറഞ്ഞതാണ്. ഇങ്ങനെ യോജിപ്പിച്ച് C/2 എന്ന റിലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കോണിന്റെ പകുതിയാണ്. അപ്പൊ നേരെ മറിച്ച് പറഞ്ഞാലോ, ഈ കോണിന്റെ ഇരട്ടിയാണിത്. അപ്പൊ ഇവിടെ 50 ആണ്. ഈ ആംഗിൾ A 50 ആണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? യെസ്, 100 ഡിഗ്രി. എത്രയായിരിക്കും? 100 ഡിഗ്രി. ആംഗിൾ A 50 ആയതുകൊണ്ട് ആംഗിൾ BOC, ആംഗിൾ A 50 ആയതുകൊണ്ട് ആംഗിൾ BOC എത്ര വരും? 100 ഡിഗ്രി. അതിന്റെ ഇരട്ടി. ഇതിന്റെ ഇരട്ടിയാണ്. ആംഗിൾ BOC എത്ര വരും? 100 ഡിഗ്രി. ക്ലിയർ? 100 ഡിഗ്രി. അപ്പൊ ആംഗിൾ BOC എത്ര വരുന്നുണ്ട്? 100 ഡിഗ്രിയാണ്. ആംഗിൾ BOC എത്രയാണ്? 100 ഡിഗ്രി. ക്ലിയർ ആണോ? ഓക്കെ. ആംഗിൾ BOC നമ്മൾ കാണേണ്ടത് ത്രികോണ ABCയിലെയും ത്രികോണ OBCയിലെയും എല്ലാ കോണുകളുമാണ്. ത്രികോണ ABCയിലെയും ത്രികോണ OBCയിലെയും എല്ലാ കോണുകളാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ആംഗിൾ BOC വരെ കിട്ടും. ഇനി നമുക്ക് കാണാം, ഓരോ കോണുകളായിട്ട് കാണാം. അതിന് ആദ്യം ത്രികോണം OBC പഠിക്കണം. ത്രികോണം OBC നമുക്ക് പഠിക്കണം. അപ്പൊ ഇനിയും നമുക്ക് ഏത് പരിഗണിക്കാന്നാ പറഞ്ഞത്? ത്രികോണം OBC. ത്രികോണം OBC എല്ലാവരും കണ്ടതാണ്. ത്രികോണം OBC, ഈ താഴെയുള്ള ത്രികോണം ത്രികോണം OBC. ത്രികോണം OBC. ത്രികോണം OBC സൂക്ഷിച്ച് നോക്കിയേ. ത്രികോണം OBCയിൽ ഈ OB എന്ന് പറയുന്നതും OC എന്ന് പറയുന്നത് എന്താണ്? ആരമാണ്. അപ്പൊ നമുക്ക് കൊടുക്കാം OBC = OC. രണ്ടും എന്താണ്? ആരമാണ്. അപ്പൊ ത്രികോണം OBCയിൽ OB OCയും തുല്യമാണെന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ട് വശങ്ങളും തുല്യമല്ലേ? 2 sides equal അല്ലേ? അപ്പോൾ ത്രികോണം OBC എന്ത് തന്നെയാണ്? ത്രികോണം OBC എന്ത് തന്നെയാണ്? സമപാർശ്വം, ഐസോസെലസ്. സമപാർശ്വ ത്രികോണം. ത്രികോണം OBC എന്ത് തന്നെയാണ്? സമപാർശ്വ ത്രികോണം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള ഈ കോണും എന്തായിരിക്കും? ഈക്വൽ. ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത് 100 ആണ്. ഈ രണ്ട് കോണുകളും തുല്യമാണ്. ഒരു ത്രികോണത്തിലെ മൊത്തം കോണുകൾ എത്രയാണ്? യെസ്, 150 ഡിഗ്രിയാണ്. അപ്പൊ 100 ആയി. ഈ രണ്ട് കോണുകളോട് 80 ആവും. 80 ആണ്. ഈ രണ്ട് കോണുകളോട് കൂട്ടിയാൽ 80 ആണ്. കാരണം 150 ആണ്. ഈ രണ്ട് കോണുകൾ തുല്യമാണ്. അപ്പോൾ ഒരു കോൺ എത്ര വരിക? 80നെ 2 ഭാഗങ്ങളാക്കിയാൽ 40 ഡിഗ്രി 40 ഡിഗ്രി. രണ്ട് കോണുകളും 40. അപ്പം കോൺ OBC, കോൺ OBC
ഈ കോണ് 40. അതുപോലെ തന്നെ കോൺ ഒ സി ബി, കോൺ ഒ സി ബി രണ്ടും എത്ര തന്നെയാണ്? 40 ഡിഗ്രി. ഒരു കോൺ ഇവിടെ തന്നിട്ടുണ്ട്, കോൺ ബി ഒ സി ഇവിടെ ഉണ്ട്, കോൺ ബി ഒ സി ഇവിടെ ഉണ്ട് 100 ഡിഗ്രി. അപ്പൊ ത്രികോണം ഒ ബി സിയിലെ എല്ലാ കോണുകളുമാണ്. ത്രികോണം ഒ ബി സിയിലെ എല്ലാ കോണുകളും 100, 40, 40. ത്രികോണം ഒ ബി സിയിലെ എല്ലാ കോണുകളും ഇതാ. ത്രികോണം ഒ ബി സിയിലെ എല്ലാ കോണുകളും ഒന്ന് 100, മറ്റു രണ്ടെണ്ണം 40. ഇനി ത്രികോണം എ ബി സിയിലേത് കണ്ടാൽ ത്രികോണം എ ബി സിയിലേത് കാണാൻ ത്രികോണം എ ബി സി, ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സി, ത്രികോണം എ ബി സി. കോൺ എ നമ്മൾ നേരത്തെ കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. കോൺ എ എത്രയാണ്? 20 പ്ലസ് 30 എത്ര വരും? 50. കോൺ എ ഈക്വൽ ടു 50. ഇനി കോൺ ബി, കോൺ ബി എത്രയാണ് നോക്കേ? ഈ 20 പ്ലസ് ഈ 40 എത്ര വരും? 60. ഇനി കോൺ സിയോ, കോൺ സി ഈ 40 പ്ലസ് ഈ 30 എത്ര വരും? കോൺ സി സമം 70 ഡിഗ്രി. അപ്പോൾ ത്രികോണം എ ബി സിയിലെയും ത്രികോണം ഒ ബി സിയിലെയും മുഴുവൻ കോണുകളായി. ത്രികോണം ഒ ബി സിയിലെ കോൺ ബി ഒ സി 100, മറ്റു രണ്ട് കോണുകൾ 40. ത്രികോണം എ ബി സിയിൽ കോൺ എ 50, കോൺ ബി 60, കോൺ സി 70 ഡിഗ്രി. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന് 53ാമത്തെ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ ചിത്രത്തിലെ ആൻസർ. ക്ലിയർ? അപ്പൊ ഈ ഭാഗം നന്നായിട്ട് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എല്ലാത്തിനും വിശദമായ കാരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം വിശദമായിട്ട് മനസ്സിലാക്കി. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിന് പുറത്തുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളും ഞാൻ അടുത്ത ചിത്രം പറയുന്നതിന് മുന്നേ പറയും. അപ്പൊ അതും നന്നായിട്ട് മനസ്സിലാവേണ്ട, ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ തിയറി പഠിച്ച സമയത്ത് സി പൈത്തണിന്റെ തിയറി പഠിച്ച സമയത്ത് ഇത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ചെയ്ത് പഠിക്കുക, ഓരോ ക്വസ്റ്റ്യനും നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.